أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. صدق الله العظيم. സൂറത്ത് ഷുഅറ 83:4-5. റബ്ബി എൻ്റെ നാഥ, ഹബ്ലി നീ എനിക്ക് നൽകണമേ. വഹബ യഹബു ഹിബത്ത് ദാനമാണ്, ഔദാര്യമായിട്ട് നൽകണമേ എന്നാണ്. ഹുക്കുമ് വിവേകം, ജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ അധികാരം, അല്ലെങ്കിൽ ഈ നന്മയും തിന്മയും വേർതിരിക്കാനുള്ള കഴിവ്, അതിനും ഹുക്കുമെന്ന് പറയും. ഹിക്മത്ത് അതിൽ നിന്നുള്ളതാണ്. അതുപോലെ വിവേകത്തിനത് പറയും. വഅൽഹിഖ്നി നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ ബിസ്സാലിഹീൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സാലിഹീങ്ങളോട് ചേർക്കണമേ എന്നാണ്. വജ്അല്ലി നീ എനിക്കുണ്ടാക്കി തരണമേ ലിസാന സിദ്ഖിൻ സൽകീർത്തി. ലിസാന് എന്ന് പറയുന്നത് വാക്കിൻ്റെ അർത്ഥം നാവ്, ഭാഷ എന്നൊക്കെയാണല്ലോ. ഒരു പ്രയോഗമാണ് ലിസാന സിദ്ഖിൻ. അതുപോലെ ഖുർആനിൽ കുറേ ഉണ്ട്. മുബവ്വ സിദ്ഖിൻ, ഖദമ സിദ്ഖിൻ ഒക്കെ നല്ലത് എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. ലിസാന സിദ്ഖ് എന്ന് പറഞ്ഞാൽ നല്ല നാക്ക്, അഥവാ ആളുകളുടെ നാക്കിൽ എന്നെക്കുറിച്ച് ഉണ്ടാവേണ്ടത് നല്ലതാണ് എന്നർത്ഥം. ഫിൽ ആഖിരീൻ പിൻഗാമികളിൽ, അഥവാ പിൽക്കാലക്കാരിൽ. വജ്അൽനി നീ എന്നെ ആക്കണമേ മിൻ വറസത്തി അനന്തരാവകാശികളിൽ, ജന്നത്തിൻ നഈം അനുഗ്രഹീതമായ സ്വർഗത്തിൻ്റെ. യൗമദ്ദീനിൽ എൻ്റെ തെറ്റുകൾ പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നവനാണ് അള്ളാഹു എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ ഞാനുമായുള്ള ബന്ധം എന്നോട് പൊറുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവനെയാണ്, അവൻ പൊറുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം പ്രാർത്ഥന നേരെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നാഥ നീ എനിക്ക് നൽകണമേ, ഹിബത്തായിട്ട് നൽകണമേ എന്നാണ്. അഥവാ വാങ്ങുന്നവന് അവകാശമൊന്നുമില്ല, കൊടുക്കുന്നവന് തരാൻ ബാധ്യതയൊന്നുമില്ല, അല്ലാതെ തന്നെ ഔദാര്യമായിട്ടുള്ള ദാനം, അതിനാണ് ഹിബത്ത് എന്ന് പറയാം. നൽകണമേ അഥവാ ചോദിച്ചു വാങ്ങണം. എന്ത്? ഹുക്കുമ. ഇവിടെ ഹുക്കുമ കൊണ്ട് ഉദ്ദേശ്യം ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വം ശരിയായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കാനുള്ള പ്രായോഗിക ജ്ഞാനമാണ്. ഹുക്കുമ് എന്ന് പറഞ്ഞാൽ വിവേകമാണ്, അഥവാ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ശരിയായി പ്രവർത്തിക്കുവാനുള്ള താക്കത്ത് നൽകണമേ. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ പ്രാർത്ഥന വളരെ വൈഡാണ്. അദ്ദേഹം എന്തോ ചില ചെറിയ കാര്യങ്ങളിലെ ഹുക്കുമല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകപൂർവം പ്രവർത്തിക്കുവാനുള്ള കഴിവ് നൽകണമേ എന്നാണ്. വഅൽഹിഖ്നി ആതൈനാഹു ഹുക്മം വ ഇൽമ എന്നൊക്കെ നബിമാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന് ഹുക്മും ഇൽമും നൽകി, അഥവാ വിജ്ഞാനം നൽകി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള ശരിയായ വിവേകവും നൽകി, അല്ലെങ്കിൽ യുക്തി ജ്ഞാനവും നൽകി, ഹിക്മത്തും നൽകി എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവ് നൽകി, ഇതൊക്കെയാണ്. അത് നൽകണമേ. കാരണം വേറെ പ്രശ്നസങ്കീർണമാണ്. വീട്ടുകാർ എതിർക്കുന്നു, നാട്ടുകാർ എതിർക്കുന്നു, സ്വന്തം പിതാവ് തന്നെ വലിയ എതിരാളിയായി രംഗത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി ചോദിക്കുകയാണ് ഹുക്മ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ ഇഹലോകത്തായാലും പരലോകത്തായാലും സാലിഹീങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാകണമേ എന്ന്. അഥവാ സാലിഹീങ്ങൾക്ക് ഇഹലോകത്ത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ നസ്ർ, സഹായം
ഇതൊക്കെയാണ് പരലോകത്ത് പ്രതിഫലം. ഈ രണ്ടിലും ആ പരിഗണനയിൽ ഞാനുണ്ടാകണമേ. പരലോകത്ത് അദ്ദേഹം സാലിഹീങ്ങളിൽപ്പെട്ടവനാണ്. മൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനസ് സാലിഹീൻ. പരലോകത്ത് അദ്ദേഹം സാലിഹീങ്ങളിൽപ്പെട്ടവനാണ്, ദുനിയാവിൽ അദ്ദേഹത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലക്കാരുടെ നാവുകളിൽ എന്നെക്കുറിച്ച് സത്യസന്ധമായി നല്ലത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കണമേ. പേരും പ്രശസ്തിയും സ്വന്തം നിലയിൽ പെരുമ അല്ലെങ്കിൽ സൽകീർത്തി ഒരു ഫേമസ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുക, അത് പാടില്ലാത്ത കാര്യമാണല്ലോ. പബ്ലിസിറ്റി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ റിയാദിൽപ്പെട്ടതാണ്. ഷിർക്കു സഗീർ വരെ ആകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഈ ചോദിക്കുന്നത് അതല്ല, എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പിൽക്കാലക്കാർ നല്ലത് പറയുന്ന സ്ഥിതി ഉണ്ടാകണമേ എന്നാണ്. കാരണം അവർക്കൊക്കെ ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടി. കാരണം ഖുർആനിൽ തന്നെ അതിൻ്റെ മറ്റൊരു വശം വരുന്നുണ്ട്. യൽ അനുഹുമുല്ലാഹു വയൽ അനുഹുമുല്ലാഇനൂൻ. അള്ളാഹു അവരെ ശപിക്കും, ശപിക്കുന്നവരൊക്കെ പിൽക്കാലക്കാരും അവരെ ശപിക്കും. ഞങ്ങൾ ദലാലത്തിലാകാൻ കാരണം ആ തലമുറയിലെ ഇന്നയാളുടെ പണി കൊണ്ടാണ് എന്ന് ആളുകൾ ശപിക്കും. ദലാലത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഇവരൊക്കെ ആ മുൻഗാമികളൊക്കെ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ശപിച്ചു പറയും. പരലോകത്ത് വെച്ച് ഹൗലായി അളല്ലുന എന്ന് മുൻഗാമികളെ ചൂണ്ടി പറയും പിൻഗാമികൾ, ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് വിലയിരുത്തുന്ന എല്ലാവരും, അള്ളാഹു മാത്രമല്ല, വയൽ അനുഹുമുല്ലാഹു വയൽ അനുഹുമുല്ലാഇനൂൻ, പിൽക്കാലക്കാരും ശപിക്കും എന്നൊക്കെ ഖുർആൻ പറഞ്ഞ സംഗതിയുണ്ട്. അങ്ങനെ പിൽക്കാലക്കാർ ശപിക്കുന്ന കൂട്ടത്തിൽ അന്ന് വലിയ വമ്പന്മാരായി വാണരുള്ളിയിരുന്ന നമ്രൂദും കൂട്ടരും ഒക്കെ അന്ന് ഭയങ്കരന്മാരായിരുന്നു. പക്ഷേ സത്യം മനസ്സിലാക്കിയ പിൽക്കാലക്കാർ അവരെ ശപിക്കുകയാണ്. ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചു അവർ എന്നൊക്കെ ഇബ്രാഹിം നബി പോലും പ്രാർത്ഥിച്ചതുണ്ട്. അങ്ങനെ സത്യം മനസ്സിലാക്കിയ ആളുകൾ, അതുവരെ സത്യത്തിൽ നിന്ന് തടഞ്ഞിരുന്ന ആളുകളെ അവർ വലിയ വമ്പന്മാരും കൊമ്പന്മാരും ആണെങ്കിലും ശപിക്കുകയാണല്ലോ ചെയ്യുക. അങ്ങനെ പിൽക്കാലക്കാർ എന്നെക്കുറിച്ച് സത്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ അവരെ വഴിമുടക്കുകയായിരുന്നു, അവർക്ക് നഷ്ടം വരുത്തുകയായിരുന്നു, അവർക്ക് ദുരിതം തീർക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ അവസ്ഥ ഉണ്ടാക്കരുത് പടച്ചവന്. പകരം അദ്ദേഹത്തിൻ്റെ ത്യാഗം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നീ കരുണ ചൊരിയണമേ. വസലാമുൻ അലൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്ന, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ അവർക്കൊക്കെ ഖൈർ വരണേ എന്ന് പിൽക്കാലക്കാർ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ്. വജ്അൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ? എന്നെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണമേ. ഉലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ. അവരാണ് അനന്തരാവകാശികൾ, അവരാണ് സ്വർഗത്തിന് അനന്തരമെടുക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല. അതേ സംഗതി, അഥവാ സ്വർഗത്തെ അനന്തരമെടുക്കുന്ന അനന്തരാവകാശികളിൽ, അഥവാ ജീവിതത്തിൻ്റെ അവസാനം സ്വർഗത്തിൽ പ്രവേശനം കിട്ടുന്ന അർഹത ലഭിക്കുന്ന ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ്. അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹുവിനോട് ദുനിയാവിൽ ചോദിക്കാനുള്ള സംഗതി, ഒന്ന് വിവേകപൂർവം പ്രവർത്തിക്കണം, സജ്ജനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടണം, പിൽക്കാലത്തും ആളുകൾ നല്ലത് പറയുന്ന അവസ്ഥയുണ്ടാക്കണം, പിന്നെ പരലോകത്ത് സ്വർഗവും കിട്ടണം. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചതിൻ്റെ ഫലമാണ് അന്ന് വലിയ ശത്രുതക്കും പീഡനത്തിനും പരീക്ഷണങ്ങൾക്കുമൊക്കെ വിധേയമായ തീക്കുണ്ടാരത്തിലെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല നിലയിൽ ഓർക്കുന്ന മഹാമനുഷ്യനാണ്. അഥവാ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ എല്ലാവരും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനപ്പെട്ടവനായി മനസ്സിലാക്കുന്ന, ബാക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ ആരും അങ്ങനെ ഇല്ലല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാനായി ആദരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്.
ഈസാ അലൈഹിസ്സലാമിനെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മഹാനായിട്ട് കരുതുന്നുണ്ട്, ജൂതന്മാരില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മഹാനായിട്ടാണ് കാണുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് കരുണ ചൊരിഞ്ഞതുപോലെ, ബർക്കത്ത് നൽകിയതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടുംബത്തിനും ആളുകൾക്കും കൊടുക്കണമേ എന്ന പ്രാർത്ഥനയാണല്ലോ. അങ്ങനെ അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉൾപ്പെടെ മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പിൻപറ്റാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെതാണല്ലോ. ആ പ്രാർത്ഥനയുടെയൊക്കെ ഉത്തരമാണ്. അതുപോലെ ഇനിയുണ്ട് പരിശുദ്ധ ഖുർആനിൽ വേറെയും കാണാം. അപ്പോൾ ഉദാഹരണമായിട്ട് മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന, അവിടത്തുകാർക്ക് അന്നവും സമാധാനവും കൊടുക്കണേ, മൂമിനിനും കാഫിറിനും കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഒരു ഉമ്മത്ത് മുസ്ലിമ ഉണ്ടായി വരണേ, അതിൽ നബിയെ നിയോഗിക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഏത് വശം പഠിച്ചാലും അത് ഏതോ ഒരു തരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് ചേർക്കപ്പെട്ട് പരാമർശിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കുന്നവരും തെറി വിളിക്കുന്നവരുമില്ല. ഈസാ അലൈഹി സ്വലാമിനെ ജൂതന്മാരെ ആക്ഷേപിക്കുന്നുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഒരു നായകൻ എന്ന നിലയിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ആക്ഷേപിക്കുന്ന ആരുമില്ല. തങ്ങളുടെ ആചാര്യനായി വാഴ്ത്തുന്നേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ മതത്തെ വിമർശിക്കുന്നവരുണ്ട്. അവർ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മാത്രമായിട്ടല്ല, എല്ലാവരെയും അവരങ്ങനെ തന്നെയാണ് ആക്ഷേപിക്കുക. അത് പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല. അത് അന്ധമായ വിരോധത്തിൽ മൊത്തം മതങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന കൂട്ടത്തിൽ പറയുന്നതാണ്. അല്ലാതെ അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരാക്ഷേപം കേൾക്കേണ്ടി വരുന്നില്ല. എന്നാൽ എല്ലാവരാലും പ്രശംസിക്കപ്പെടുക എന്നൊരവസ്ഥ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.